ദേശീയതലത്തിൽ ഇന്ന് പാർലമെന്റിൽ നിന്നുള്ള വാർത്തയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പ്രധാനമായും കഴിഞ്ഞ 13 ദിവസവും ഉയർന്നു വന്ന ബീഹാറിലെ വോട്ടർ പട്ടിക വിവാദ പരിഷ്കരണം, ഒപ്പം തന്നെ ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രാഹുൽ ഗാന്ധി ഉയർത്തിയ ആക്ഷേപങ്ങൾ, ഒപ്പം ഈ ഒഡീഷയിലെയും ഛത്തീസ്ഗഡിലെയും കന്യാസ്ത്രീ വൈദിക വേട്ട, ഇക്കാര്യങ്ങളെല്ലാം ഇന്ന് സഭകളിൽ ഉയർന്നു വരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സിബി തന്നെയാണ് നമ്മളോടൊപ്പം ചേരുന്നത് വാർത്തയുടെ വിവരങ്ങൾ നൽകാനായി. എന്താണ് പാർലമെന്റിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് പരിശോധിക്കാം. സിബി, പാർലമെന്റ് 14 ദിവസവും ഇന്ന് പ്രക്ഷുബ്ധമാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രധാനമായും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്നു വന്ന അതേ പ്രശ്നങ്ങൾ, ബീഹാറിലെ വിവാദ വോട്ടർ പട്ടിക പരിഷ്കരണം, ഒപ്പം തന്നെ ഛത്തീസ്ഗഡിലെയും ഇപ്പം ഒഡീഷയിലെയും കന്യാസ്ത്രീകൾക്കെതിരായ അതിക്രമം, രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണങ്ങൾ, ഇതൊക്കെ ഇന്ന് സഭയിൽ ചർച്ചാ വിഷയങ്ങളായി ഉയർന്നു വരാനുള്ള സാധ്യതയാണോ കാണുന്നത്? മനു, തീർച്ചയായും ഈ ജൂലൈ 21 മുതൽ ഈ ഒരു പാർലമെന്റ് സെഷൻ തുടങ്ങിയതിനു ശേഷം ഇപ്പോൾ 14 ദിവസവും, അതായത് കഴിഞ്ഞ 13 ദിവസവും ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിൽ പ്രതിഷേധം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുണ്ടാകുകയും പാർലമെന്റ് കവാടത്തിലും അതുപോലെ തന്നെ പാർലമെന്റ് അകത്തും പ്രതിഷേധം ഉയരുകയും ഈ പാർലമെന്റ് നടപടികൾ പൂർത്തിയാക്കാനാകാതെ പിരിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. സ്വാഭാവികമായും ഇന്നും പാർലമെന്റ് പ്രക്ഷുബ്ധമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിൽ ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണം മാത്രമല്ല, അതോടൊപ്പം തന്നെ ഈ വോട്ടർ പട്ടികയിലെ ക്രമക്കേട് സംബന്ധിച്ച് ഇന്നലെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി നടത്തിയ വാർത്താ സമ്മേളനം ഏറെ ഞെട്ടിക്കുന്നതായിരുന്നു. പ്രത്യേകിച്ച് മഹാരാഷ്ട്ര, ഹരിയാന അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ നടന്ന വോട്ടർ പട്ടികയിൽ നിന്നുണ്ടായ വലിയ ക്രമക്കേട്, വോട്ട് ഇരട്ടിച്ച സംഭവങ്ങൾ, കൂടാതെ ഈ വോട്ടർ പട്ടിക ലിസ്റ്റുമായി ബന്ധപ്പെട്ടുണ്ടായ ക്രമക്കേടും പോളിംഗ് ശതമാനത്തിലുണ്ടായ കുത്തനെയുള്ള വർധനവ്, മഹാരാഷ്ട്രയിൽ അടക്കമെല്ലാം നിലയും വൈകിട്ട് 5 മണിക്ക് ശേഷം അസാധാരണമായി പോളിംഗ് ശതമാനം ഉയർന്ന അടക്കമുള്ള കാര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഈ വോട്ടർ പട്ടിക ലിസ്റ്റ് തന്നെ കാണിച്ചുകൊണ്ട് ഒരു പ്രസൻറ്റേഷൻ പോലെയായിരുന്നു ആ വാർത്താ സമ്മേളനം. ആ വാർത്താ സമ്മേളനം ഏറെ ഞെട്ടിക്കുന്നതായിരുന്നു. ഏത് രീതിക്കാണ് ഇത്തരത്തിൽ ഈ വോട്ടുകൾ തിരിമറി നടത്തുന്നതെന്ന് വ്യക്തമാക്കുന്ന ഒരു വാർത്താ സമ്മേളനമായിരുന്നു. സ്വാഭാവികമായും ആ ഒരു വിഷയം പാർലമെൻറ്റിനുള്ളിലേക്കും ഇന്നിപ്പോൾ പ്രതിപക്ഷം കൊണ്ടുവരുമെന്ന് തന്നെയാണ് നമുക്ക് കരുതേണ്ടത്. ഇന്നലെ ഇന്ത്യ സഖ്യത്തിൻ്റെ യോഗം വൈകിട്ട് രാഹുൽ ഗാന്ധിയുടെ വസതിയിൽ ചേർന്നിരുന്നു. ഈ യോഗത്തിലും ഇതേ വാർത്താ സമ്മേളനത്തിൽ അവതരിപ്പിച്ച കാര്യങ്ങൾ ഇന്ത്യ സഖ്യത്തിന് മുന്നിലും രാഹുൽ ഗാന്ധി അവതരിപ്പിക്കുകയും എല്ലാ പ്രതിപക്ഷവും അതിനോട് യോജിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും ആ വിഷയം ഇന്നിപ്പോൾ പാർലമെൻറ്റിൽ ഉന്നയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അത് വലിയ പ്രതിഷേധമായി ബീഹാർ വോട്ടർ പട്ടികയുടെ ഒപ്പം തന്നെ കൂട്ടിച്ചേർക്കുകയും ചെയ്യും. മറ്റൊന്ന്, ഈ ഒഡീഷയിലുണ്ടായ ഇത്തരത്തിൽ വൈദികർക്കും കന്യാസ്ത്രീമാർക്കുമെതിരെ ഉണ്ടായ ആക്രമണം, ആ ബജ്രംഗ് പ്രവർത്തകരുടെ ആക്രമണം ഛത്തീസ്ഗഡിലും ഇല്ലാതെ ഒഡീഷയിലും ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ആ വിഷയവും ഇന്നിപ്പോൾ പ്രതിപക്ഷം അടിയന്തര പ്രമേയ നോട്ടീസായി ചട്ടം 267 പ്രകാരം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യും. അങ്ങനെ നിരവധിയായ വിഷയങ്ങൾ ഈ പാർലമെൻറ്റ് ഇന്നും പ്രക്ഷുബ്ധമാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കഴിഞ്ഞ 13 ദിവസവും പാർലമെൻറ്റ് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ഓപ്പറേഷൻ സിന്ദൂരുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 ദിവസം പൂർണ്ണമായി ചർച്ചകൾ നടന്നു എന്നതിനപ്പുറമായി ബാക്കി എല്ലാ ദിവസങ്ങളിലും ഈ പ്രതിഷേധത്താൽ ഇത്തരത്തിൽ പാർലമെൻറ്റ് പിരിയുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഈ ബീഹാർ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 65 ലക്ഷം പേരാണ് വോട്ടർ പട്ടികയിൽ നിന്നും പുറത്തായത്. ഈ ബീഹാർ വോട്ടർ പട്ടികയുടെ മറവിൽ ഇത്തരത്തിൽ ഈ ദേശീയ പൗരത്വ രജിസ്റ്റർ നടപ്പാക്കുന്ന പ്രതിപക്ഷത്തിൻ്റെ ആരോപണം ശരിവെക്കുന്നതായിരുന്നു പിന്നീട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്കുകൾ. സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചർച്ചയ്ക്ക് കേന്ദ്ര സർക്കാർ ഇപ്പോഴും തയ്യാറായിട്ടില്ല. ആ ഒരു സാഹചര്യത്തിൽ മാത്രമല്ല, ഈ ബീഹാറിൽ മാത്രമല്ല, ഇനിയിപ്പോൾ അടുത്ത വർഷം വരാൻ പോകുന്ന കേരളം, തമിഴ്നാട്, അസം, ചണ്ഡീഗഡ് ഉൾപ്പെടെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശത്തെല്ലാം തന്നെയും സമാനമായ രീതിയിൽ ഒരു വോട്ടർ പട്ടിക പരിഷ്കരണം കൊണ്ടുവരാൻ പോകുന്നു. രാജ്യത്താകമാനം ഇത് നടപ്പാക്കാൻ പോകുന്നു. ഈ RSS അജണ്ടയ്ക്കെതിരായ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ പ്രതിപക്ഷം തീർത്തിരിക്കുന്നത്. പക്ഷേ ഈ വിഷയത്തിൽ രാജ്യത്തെ ജനങ്ങളെ ബാധിക്കുന്ന നിലയിൽ അവരുടെ സമ്മതിദാന അവകാശത്തെ ബാധിക്കുന്ന ഈ വിഷയത്തിൽ ഇപ്പോഴും കേന്ദ്ര സർക്കാർ ഒരു ചർച്ചയ്ക്ക് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അവിടെ പാർലമെൻറ്റ് തടസ്സപ്പെടുത്തി മുന്നോട്ട് പോകുമ്പോഴും പല ബില്ലുകളും യാതൊരു ചർച്ചയും കൂടാതെ ഇത്തരത്തിൽ ഏകപക്ഷീയമായി പാസ്സാക്കിയെടുത്തുകൊണ്ട് കേന്ദ്ര സർക്കാരും ഇവിടെ തടിതെപ്പി പോകുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ കഴിയുന്നു. എന്തായാലും ഇതുമായി ചേർത്ത് വായിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിലവിൽ രാജ്യത്ത് രൂപപ്പെട്ടു വന്നിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യ സഖ്യത്തിന്റെ ഒരു പുനരൈക്യത്തിന് വഴിതെളിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടോ? ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നഷ്ടപ്പെട്ടു പോയ ഐക്യം വീണ്ടെടുക്കാൻ ഇന്ത്യ സഖ്യത്തിന് കഴിയുന്നുണ്ടോ? ഇന്നലെ ഒരു യോഗമൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഈ പറയുന്ന എല്ലാ വിഷയങ്ങളിലും ഒരുമിച്ച് പോരാടാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്താൻ അവർക്ക് പറ്റിയിട്ടുണ്ടോ?
മനു, ഇന്നലെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന ഒരു വിശാലമായ ഇന്ത്യ സഖ്യ യോഗമായിരുന്നു. ഒരു തവണ ഓൺലൈൻ വഴി യോഗം ചേർന്നെങ്കിലും പിന്നീട് ഇത്തരത്തിൽ ചേർന്നൊരു യോഗം രാഹുൽ ഗാന്ധിയുടെ വസതിയിൽ നേരിട്ട് എല്ലാവരും ചേർന്നൊരു യോഗമായിരുന്നു ഇന്നലെ. അതുകൊണ്ട് തന്നെ അത് ഏറെ വിജയം കണ്ടു എന്ന് തന്നെയാണ് KC വേണുഗോപാൽ അടക്കമുള്ളവർ ചൂണ്ടിക്കാട്ടിയത്. മാത്രമല്ല MA ബേബി അടക്കമുള്ള CPM ജനറൽ സെക്രട്ടറി MA ബേബി അടക്കമുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ആം ആദ്മി പാർട്ടി ഒഴികെയുള്ള ബാക്കി എല്ലാ പാർട്ടികളുടെയും നേതാക്കന്മാർ ഈ യോഗത്തിൽ പങ്കെടുക്കുകയും പ്രത്യേകിച്ച് BJPക്കെതിരെ പാർലമെൻറ്റിനകത്ത് മാത്രമല്ല ഈ ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനി ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധയാകർഷിക്കുന്ന രീതിയിൽ വലിയ പ്രക്ഷോഭത്തിലേക്ക് പോകണമെന്നൊരു അഭിപ്രായമാണ് പൊതുവായി ഉയർന്നത്. അതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് 11-ന് ഇത്തരത്തിൽ ഈ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഓഫീസിലേക്ക് പ്രതിപക്ഷ ഇന്ത്യ സഖ്യം ഒന്നിച്ചു നിന്നുകൊണ്ട് ഒരു പോരാട്ടം, ഒരു സമരം നടത്താൻ പോവുകയാണ്. അതുകൂടാതെ ഇന്നിപ്പോൾ ബംഗളൂരുവിലും രാഹുൽ ഗാന്ധി നയിക്കുന്ന 1,00,000 പേർ പങ്കെടുക്കുന്ന ഒരു പ്രതിഷേധ ജാഥയുണ്ട്. അങ്ങനെ ഒരു പ്രതിപക്ഷത്തിൻ്റെ ഐക്യം ഊട്ടിയുറപ്പിക്കുന്ന ചില തീരുമാനങ്ങളാണ് ഇന്നലെ പ്രധാനമായും ഇന്ത്യ സഖ്യ യോഗത്തിലുണ്ടായത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണമാണ്. മറ്റൊന്ന് ജമ്മു കശ്മീരിൻ്റെ സംസ്ഥാന പദവി തിരികെ വേണമെന്നൊരു ആവശ്യം ഉയർത്തിക്കൊണ്ട് ഫറൂഖ് അബ്ദുള്ള അടക്കമുള്ള നേതാക്കന്മാർ അവിടെ നിന്ന് സംസാരിക്കുകയും ചെയ്തു. അങ്ങനെ നിരവധിയായ വിഷയങ്ങൾ BJP ഉത്തരേന്ത്യ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മതന്യൂനപക്ഷങ്ങൾക്കെതിരായ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ, അങ്ങനെ നിരവധിയായ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു യോഗമായിരുന്നു, വിശാലമായ യോഗമായിരുന്നു ഇന്നലെ ചേർന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പാണ്. ഈ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് ഏകപക്ഷീയമായി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ പിന്തുണയ്ക്കില്ല എന്ന് TMC തൃണമൂൽ കോൺഗ്രസ് അടക്കം പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവർക്കും സ്വീകാരനായ ഒരു ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ നിർത്താൻ തന്നെ പ്രതിപക്ഷ ഇന്ത്യ സഖ്യം തീരുമാനിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ധാരണയിലായി എന്നുള്ളതാണ് നമുക്ക് ഇന്നലത്തെ യോഗത്തിന് ശേഷം അറിയാൻ കഴിയുന്നത്. എന്തായാലും യോഗ തീരുമാനങ്ങൾ പിന്നീട് അറിയിക്കും. പക്ഷേ യോഗം വളരെ സന്തോഷകരമായത്, വളരെ വിജയകരമായതെന്നും KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ ഇന്നലെ തന്നെ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും ഇനിയിപ്പോൾ പാർലമെൻറ്റിനകത്ത് ഈ ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് ഏത് രീതിക്ക് ഈ പ്രതിഷേധവുമായി മുന്നോട്ട് പോകണം, ഇനി പാർലമെൻറ്റിനകത്തും പുറത്തും മാത്രമല്ല രാജ്യവ്യാപകമായ പ്രതിഷേധം വ്യാപകമാക്കാനും അതിൽ ഒറ്റക്കെട്ടായി BJPക്കെതിരായി പോരാടാനുമുള്ള ഒരു തീരുമാനത്തിലാണ് ഇന്നലെ ഇന്ത്യ സഖ്യത്തിൻ്റെ യോഗം ഇന്നലെ വൈകിട്ട് രാഹുൽ ഗാന്ധിയുടെ വസതിയിൽ അവസാനിച്ചത്. മനു.